ഞാൻ ഈ തുണിമണിയൊക്കെ പറക്കിക്കിട്ടി എങ്ങോട്ടാണെന്നായിരിക്കും. നമുക്ക് ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 7:30-ക്കാണ് കേട്ടോ അവിടെ എത്തേണ്ടത്. പക്ഷെ ഞാൻ 7:10 ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റ് വരണമെന്നാണല്ലോ. അപ്പം അതനുസരിച്ചിട്ടാണ് എൻ്റെ മൂവ്മെൻറ്റ്. ഇത് ഗെറ്റ് റെഡി വിത്ത് മീ അല്ല കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് അസ് ആണ്. ഞാനിവിടെ അരമണിക്കൂർ കൊണ്ട് ഒരുങ്ങുന്നത്, ആൾ 10 മിനിറ്റ് കൊണ്ടാണ് റെഡിയായി പോയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ രണ്ടിൻ്റെയും കോമാളിത്തരങ്ങൾ കുറേ കാണാനുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഞാനിട്ടിരിക്കുന്ന ഈ ധാവണിയുടെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2020-21 കാലഘട്ടത്തിൽ എൻ്റെ മാമൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ധാവണിയുടെ ടോപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അന്നത്തെ എൻ്റെ ഫേവറേറ്റും ഇന്നത്തെ എൻ്റെ ഫേവറേറ്റും ആയിട്ടുള്ള ഒരു ടോപ്പാണ്. അന്ന് ഞാൻ മെലിഞ്ഞിരിക്കുമായിരുന്നേ, അതുകൊണ്ട് ഞാനൊരു 2-3 തയ്യൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് കുറഞ്ഞ് ഒറ്റ ലൈനിങ്ങിലാണ് വന്ന് നിൽക്കുന്നത്. സോറി, ലൈനിങ്ങിലല്ല, തയ്യലിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി ഞാൻ വണ്ണം വെച്ച് പോവുകയാണെങ്കിൽ എനിക്ക് ടോപ്പ് ഇടാൻ പറ്റത്തില്ല. അതിലൊരു സങ്കടവും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന സ്കേർട്ട് ഉണ്ടല്ലോ, അതെല്ലാ ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം തയ്പ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ദുപ്പട്ട ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു തോന്നുന്നു, എല്ലാവരും ഇട്ട് കണ്ട് അങ്ങനെ ഞാൻ സെപ്പറേറ്റ് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ ഫംഗ്ഷന് പോകാൻ നേരത്തെ എന്ത് ഡ്രസ്സ് ഇടുമെന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ചേച്ചി വന്നിട്ട് ചേച്ചി ധാവണിയെ ഉടുക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ചെത്താമെന്നും പറഞ്ഞാണ് ഞാൻ ഇത് തന്നെ എടുത്തത് കേട്ടോ. ഒന്ന് പെട്ടെന്നായിട്ട് സമയമായെന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? അപ്പോൾ ഞാനും പറഞ്ഞു എൻ്റെ സ്ഥിരം ഡയലോഗ്, നിങ്ങൾക്ക് എന്തേലും ഒരുങ്ങാനുണ്ട്, നമുക്ക് അങ്ങനെ അല്ലല്ലോ, നിങ്ങൾക്കൊരു പാൻറ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേന്ന്. അങ്ങനെ ഞാൻ ഒരുങ്ങി പകുതി ആയപ്പോൾ ഒരുങ്ങാൻ തുടങ്ങിയ ആൾ വരെ റെഡിയായി പോയി. അപ്പോഴും ഞാനവിടെ നിൽക്കുന്നേ ഉള്ളൂ. എല്ലാ മേക്കപ്പും കഴിഞ്ഞെങ്കിലും ദുപ്പട്ട എടുത്തപ്പോൾ എനിക്ക് പണി കളിയോ എന്നൊരു ഡൗട്ട് തോന്നി. എല്ലാം പറയുന്നുണ്ടായിരുന്നെങ്കിലും ധാവണി ഉടുക്കാൻ നേരത്ത് ദുപ്പട്ട ഒരു വിധത്തിൽ സെറ്റായില്ല കേട്ടോ. അവസാനം ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ, അതും പൊക്കി പിടിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു ചേച്ചിയുടെ വീട്ടിലോട്ട്. അവസാനം ചേച്ചിയാണ് കേട്ടോ എനിക്കതെല്ലാം സെറ്റ് ചെയ്ത് തന്നെ. ചേച്ചി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം റെഡിയായിട്ട് തന്നെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നേ. അവസാനം ചേച്ചിക്ക് ഒരു പണി കൊടുത്ത് എനിക്കത് സെറ്റും ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുറേ ചളിയും ചേച്ചിയുടെ കുറേ തള്ളും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പുഷിങ് ആയിരുന്നു കേട്ടോ. ഞാനും ചേച്ചിയും കൂടി സംസാരിക്കാൻ തുടങ്ങിയാൽ അത് പെട്ടെന്നൊന്നും തീരൂല കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്ത് എല്ലാവരും പറയുന്നത് വായടച്ച് മിണ്ടാതിരിക്കാനാണേ. അങ്ങനെ തള്ളി മറിയാറായപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള കോള് വന്നു കേട്ടോ. അങ്ങനെ അതും സെറ്റ് ചെയ്ത് ഞങ്ങൾ ഒറ്റ ഓട്ടമായിരുന്നേ.